all, welcome to I+. ഞാൻ അക്ഷര. ഇന്ന് നമുക്ക് മാത്തമാറ്റിക്സ് പെഡഗോജി ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ, പ്ലേസ് ഓഫ് മാത്തമാറ്റിക്സ് ഇൻ കരിക്കുലം, എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ലേണിംഗ് മാത്തമാറ്റിക്സ് ഇൻ പ്രൈമറി ക്ലാസ്, വാല്യൂ ഓഫ് മാത്തമാറ്റിക്സ് ലേണിംഗ്, കോറിലേഷൻ വിത്ത് അതർ സബ്ജക്ട്സ്, ലോവർ പ്രൈമറി ആൻഡ് അപ്പർ പ്രൈമറി മാത്തമാറ്റിക്സ് കരിക്കുലം, സിലബസ്. സിമ്പിൾ കാര്യങ്ങളാണ്. ടോപ്പിക്ക് കേൾക്കുമ്പോഴത്തേക്ക് എന്തോ ഒരുപാട് കാര്യമുണ്ടെന്ന് തോന്നും, പക്ഷെ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ബേസിക്കായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എക്സാമിനാണെങ്കിലും വളരെ ബേസിക് ലെവലിൽ നിന്ന് പെഡഗോജിക്കൽ ആസ്പെക്റ്റ് ചോദ്യങ്ങൾ വരാൻ കൊള്ളാവുന്ന, ചിലപ്പോൾ എന്താണ് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മാത്രം നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുന്ന ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള മേഖലയാണ്. അപ്പോൾ ജസ്റ്റ് എന്താണ് ടോപ്പിക്ക് കേൾക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്ക് പഠിച്ചു പോകാം. ഒരു റിവിഷൻ പോലെ തന്നെ പഠിക്കാൻ കഴിയുന്ന ടോപ്പിക്സ് ആണ്. നോക്കാം. പ്ലേസ് ഓഫ് മാത്തമാറ്റിക്സിൻ്റെ കരിക്കുലം. എന്താണ് നമ്മുടെ കരിക്കുലത്തിൽ മാത്തമാറ്റിക്സിൻ്റെ സ്ഥാനം? ചെറിയ ക്ലാസ്സുകൾ മുതൽ മാത്തമാറ്റിക്സ് ഒരു വിഷയമായിട്ട്, ഗണിതശാസ്ത്ര ഒരു വിഷയമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത്രയധികം ഒരു സ്ഥാനം മാത്തമാറ്റിക്സിനുണ്ട് എന്ന് മനസ്സിലാക്കുക. മാത്തമാറ്റിക്സ് ഹോൾഡ് എ ക്രിട്ടിക്കൽ പ്ലേസ് ഇൻ ദ കരിക്കുലം ഡ്യൂ ടു ഇറ്റ്സ് ഫണ്ടമെൻ്റൽ റോൾ ഇൻ ഡെവലപ്പിംഗ് ലോജിക്കൽ റീസണിങ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ആൻഡ് ദ എബിലിറ്റി ടു തിങ്ക് ഇൻ അബ്സ്ട്രാക്ട് ടേംസ്. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് എന്താണ് ലോജിക്ക് ഉപയോഗിച്ച് ചിന്തിക്കാനും പ്രോബ്ലം സോൾവ് ചെയ്യാനും പിന്നെന്താണ് അബ്സ്ട്രാക്റ്റ് ആയിട്ടും നമ്മുടെ മുമ്പിലില്ലാത്ത ഒരു വസ്തുവിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് മുമ്പിലുണ്ടാക്കി ഇത് കണ്ട് മനസ്സിലാക്കി നമുക്ക് നമ്മുടെ മുമ്പിൽ ഉള്ളതിനേക്കാളും അതീതമായിട്ടൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള ഒരു എബിലിറ്റി വളർന്നു വരണമെങ്കിൽ എന്താവശ്യമാണ്? ഗണിതശാസ്ത്രം, മാത്തമാറ്റിക്സ് ആവശ്യമാണ്. ഇറ്റ്സ് എ വേഴ്സ് ഫൗണ്ടേഷൻ ഫോർ മെനി ഓഫ് സബ്ജക്ട്സ് ആൻഡ് പ്രാക്ടിക്കൽ ലൈഫ് സ്കിൽസ്. ഇനി മറ്റ് പല സബ്ജക്ട്സ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഒരു ബേസിക്കായിട്ട് നമുക്ക് മാത്തമാറ്റിക്സിൻ്റെ ഒരു റോള് കാണാൻ കഴിയും. പിന്നെ പ്രാക്ടിക്കൽ ലൈഫിലോട്ട് വരുമ്പം കണക്കില്ലാതെ എന്താണ് നമുക്ക് ഒരു കാര്യമില്ലല്ലേ. എല്ലാത്തിലും നമുക്ക് കണക്ക് കാണാൻ കഴിയും. ഭൂഗോളത്തിൻ്റെ സ്പന്ദനം കണക്കിലാണെന്ന് ചാക്കോ മാഷ് പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കണക്കെന്ന് പറയുന്നത്. എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ലേണിംഗ് മാത്തമാറ്റിക്സ് ഇൻ പ്രൈമറി ക്ലാസ്. പ്രൈമറി ക്ലാസ്സുകളിൽ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന് കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്. കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഗ്രാസ്പ് ബേസിക് മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ്. ഏറ്റവും ബേസിക് ആയിട്ട് പ്രൈമറി ക്ലാസ്സിൽ നമ്മൾ മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളും പ്രിൻസിപ്പിൾസുമാണ് നമ്മൾ പഠിക്കുന്നത്. ടു അണ്ടർസ്റ്റാൻഡ് നമ്പേഴ്സ്, ഷേപ്സ്, മെഷർമെൻറ്റ്സ് ആൻഡ് ഡാറ്റ ഹാൻഡ്ലിങ്. എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്? നമ്പേഴ്സ് മനസ്സിലാക്കാൻ, ഷേപ്പുകൾ മനസ്സിലാക്കാൻ, പലതരത്തിലുള്ള അളവുകൾ മനസ്സിലാക്കാൻ, അതോടൊപ്പം എന്താണ് ഡാറ്റ ഹാൻഡ്ലിങ്. അങ്ങനെയുള്ള സിമ്പിൾ കാര്യങ്ങളാണ് കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുന്നത്. ദെൻ പ്രോബ്ലം സോൾവിങ് സ്കിൽ. പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്ന് പറയുമ്പോൾ എന്താണ്? സോൾവ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഇൻ വേരിയസ് കോണ്ടെക്സ്റ്റ്. പല കോണ്ടെക്സ്റ്റുകളിൽ മാത്തമാറ്റിക്സ് പ്രോബ്ലംസ്. അപ്പോൾ ചെറിയ ക്ലാസ്സിൽ തന്നെ നമ്മൾ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. എങ്ങനെയാണ്? ഇപ്പോൾ ഒരാളുടെ കയ്യിൽ 10 മിഠായി ഉണ്ട്, 2 പേർക്ക് തുല്യമായിട്ട് വീതിച്ച് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ 2 പേർക്കും കിട്ടിയ മിഠായിയുടെ എണ്ണം എത്ര? അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കണക്കിനല്ലേ നമ്മൾ തുടങ്ങുന്നത്. അപ്പം മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് പല കോണ്ടെക്സ്റ്റിലും എന്താണ് സോൾവ് ചെയ്തുകൊണ്ട് തുടങ്ങുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ എന്താണ് കുട്ടികളിൽ ലോജിക്കലായിട്ട് ചിന്തിക്കാനും റീസണിങ്ങും ഒക്കെ എൻകറേജ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വിഷയമാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് മാത്തമാറ്റിക്സ് നോക്കിക്കഴിഞ്ഞാലും ടു അപ്ലൈ മാത്തമാറ്റിക്കൽ നോളജ് ടു എവറിഡേ സിറ്റുവേഷൻ അല്ലേ. നമുക്ക് യഥാർത്ഥ ദൈനംദിന ജീവിതത്തിൽ നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി സാധനം വാങ്ങും, നമുക്ക് കണക്കറിഞ്ഞല്ലേ പറ്റുള്ളൂ. ടു റെക്കഗ്നൈസ് റെലവൻസ് ഓഫ് മാത്തമാറ്റിക്സ് ഇൻ അതർ സബ്ജക്ട്സ് ആൻഡ് റിയൽ ലൈഫ് സിനാരിയോസ്. മറ്റ് വിഷയങ്ങൾ എടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ എക്കണോമിക്സ്, ജോഗ്രഫി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ കണക്കിൻ്റെ പരിപാടി അവിടെ കാണാൻ കഴിയുമല്ലേ. പിന്നെ നമ്മുടെ റിയൽ ലൈഫ് സിനാരിയോ, യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ കണക്കിന് എത്രമാത്രം റെലവൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഈ കണക്ക് പഠിക്കുന്നതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കുന്ന കണക്കിനോട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അതോടൊപ്പം എന്താണ് മാത്തമാറ്റിക്കൽ ടാസ്കുകൾ ഹാൻഡിൽ ചെയ്യുന്നതിൽ എന്താണ് ഒരു വൈദഗ്ധ്യം, അതോടൊപ്പം തന്നെ കോൺഫിഡൻസ് ഒക്കെ വളർത്തിയെടുക്കാനും. ഇനി ക്രിട്ടിക്കൽ തിങ്കിങ് ടു എൻഹാൻസ് അനലിറ്റിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റീസ്. അനലിറ്റിക്കൽ ആൻഡ് ക്രിട്ടിക്കലായിട്ട് എന്ത് ചെയ്യണം? ചിന്തിക്കാനായിട്ടുള്ള എബിലിറ്റീസ് വളർത്തിക്കൊണ്ടുവരാനും പിന്നെ ക്വസ്റ്റ്യനിങ് ആൻഡ് എക്സ്പ്ലോറിങ് സൊല്യൂഷൻ. എന്താണ്? ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ കണ്ടെത്താനും അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കാനും ഒക്കെ എന്ത് ചെയ്യാം? ക്രിട്ടിക്കൽ തിങ്കിങ് വരുന്നുണ്ട്.
ഇനി വാല്യൂസ് ഓഫ് മാത്തമാറ്റിക്സ് ലേണിംഗ്, പ്രധാനമുള്ള വാല്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഇൻ്റലക്ച്വൽ വാല്യൂ. ഇൻ്റലക്ച്വൽ വാല്യൂ എന്താണ്? എൻഹാൻസ് ലോജിക്കൽ റീസണിങ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്, ഡെവലപ്പ് ദ എബിലിറ്റി ടു അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ഡാറ്റ. അപ്പോൾ എന്താണ്? നമുക്ക് ലോജിക്കലി കാര്യങ്ങൾ ചിന്തിക്കാനും റീസണിങ് കണ്ടെത്താനും പിന്നെന്താണ് ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാനും ഒക്കെയുള്ള ഒരു കഴിവ് നമുക്ക് വളർന്നു വരുന്നത് ഈ ഒരു മാത്തമാറ്റിക്സ് പഠിക്കുന്നതിലൂടെയാണ്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ഡാറ്റ. നമ്മുടെ മുമ്പിൽ കിട്ടുന്ന എന്തൊരു ഡാറ്റ ആവട്ടെ അതിനെ അനലൈസ് ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും കഴിയുന്നത് മാത്തമാറ്റിക്സ് പഠിക്കുന്നതിലൂടെ കിട്ടുന്ന ഒരു വാല്യൂ ആണ്. ദെൻ പ്രാക്ടിക്കൽ വാല്യൂ, എസെൻഷ്യൽ ഫോർ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ് അല്ലേ. നമ്മളിപ്പം വീട്ടിൽ ബഡ്ജറ്റ് തയ്യാറാക്കുന്നു, ഷോപ്പിങ്ങിന് പോകുന്നു, നമ്മൾ കുക്ക് ചെയ്യുന്നു, ഒറ്റപ്പോലും എന്താണ് എല്ലാത്തിലും കണക്കുകളുണ്ടല്ലോ. നല്ലൊരു കറി വെക്കണം, നല്ലൊരു അവിയൽ വെക്കണം, അവിടെ എന്താണ് കൃത്യമായിട്ടൊരു കണക്കില്ലേ. നമുക്ക് തോന്നിയാൽ വണ്ണം എന്തെങ്കിലുമൊക്കെ വാരി ഇട്ടാൽ മതിയോ? അല്ല, അവിടെ ഒരു കണക്കുണ്ട്. ഇത്ര എന്താണ് ഓരോ പച്ചക്കറിയും ഇത്ര വേണം, ഇത്ര തേങ്ങ വേണം, ഇത്രയ്ക്ക് ഉപ്പ് വേണം അല്ലേ. സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞ ഉപ്പ് പോലും ഒരു പൊടിക്ക് എന്താണ് ഉപ്പ് കുറച്ച് കൂടിപ്പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഒരു വിഭവത്തിൻ്റെ ആ ഒരു തനതായ രുചി നഷ്ടപ്പെടും. അപ്പോൾ അവിടെയും എന്താണ് കണക്ക് തന്നെയാണല്ലേ. അപ്പോൾ എന്തോരം കണക്കുകളാണ് നമ്മളറിയാതെ നമ്മളതിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ. പിന്നെ എന്താണ് ഇമ്പോർട്ടൻറ്റ് ഫോർ വേരിയസ് പ്രൊഫഷൻസ് ആൻഡ് അക്കാദമിക് ഡിസിപ്ലിൻസ്. ഇനി കണക്കുകൾ കൊണ്ടുള്ള പ്രൊഫഷൻസ് ഉണ്ടല്ലേ. അപ്പോൾ കണക്കിന് എത്രയധികം പ്രാധാന്യമുള്ള പ്രൊഫഷൻസ് പിന്നെ അക്കാദമിക് ഡിസിപ്ലിൻസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്താണ് കണക്കിൻ്റെ പ്രാക്ടിക്കൽ വാല്യൂ നമുക്ക് കാണാൻ കഴിയും. Then social value, encourage teamwork through group problem solving activities, promote effective communication fight. ഇനി ഒരു സാമൂഹ്യപരമായിട്ടുള്ള ലെവലിൽ പോയി കഴിഞ്ഞാൽ ടീം വർക്കിലൂടെ ഗ്രൂപ്പ് പ്രോബ്ലം സോൾവിങ് ആക്ടിവിറ്റീസിലൊക്കെ എന്താണ് അത്യാവശ്യം നമ്മൾ കണക്ക് കൂട്ടലുകൾ അറിഞ്ഞിരിക്കണം അല്ലേ. പിന്നെ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഐഡിയാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കണക്കുകൾ അറിഞ്ഞിരിക്കണം. അടുത്ത ഈസ്തറ്റിക് വാല്യൂ, ഒരു സൗന്ദര്യാത്മകമായിട്ടൊക്കെ നമുക്ക് കണക്കിനെ സമീപിക്കാവുന്നതാണ് അല്ലേ. അപ്രിസിയേഷൻ ഓഫ് പാറ്റേൺ, സിമെട്രി, സ്ട്രക്ചർ ഇൻ നേച്ചർ ആൻഡ് ആർട്ട്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ പല സ്ട്രക്ചേഴ്സ് ആൻഡ് ആർട്ടൊക്കെ എന്താണ് ഈ ഒരു കണക്കിൻ്റെ ഒരു സിമെട്രി വെച്ചിട്ട് നമ്മൾ താജ്മഹൽ എടുക്കുന്നു. താജ്മഹൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആ ഒരു ബയലാട്രൽ സിമെട്രി കാണാൻ കഴിയും. അപ്പോൾ ഇടത് ഭാഗവും വലത് ഭാഗവും എന്താണ് ഒരുപോലെ ഇരിക്കും. നമ്മുടെ മനുഷ്യ ശരീരം നോക്കാം ഒരേപോലെയാണല്ലേ. അപ്പോൾ നോക്കിക്കുക അത്തരത്തിലുള്ള പാറ്റേൺ ഇലകൾ എടുത്ത് നോക്കാം. പിന്നെ ആ ഒരു രീതിയിൽ അപ്പം നമ്മളൊരു സൗന്ദര്യാത്മകമായിട്ട് നമുക്ക് സമീപിക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് കണക്കം. റെക്കഗ്നീഷൻ ഓഫ് ദ ബ്യൂട്ടി ഇൻ മാത്തമാറ്റിക്കൽ പ്രൂഫ്സ് ആൻഡ് സൊല്യൂഷൻ. ചില ആളുകളുണ്ട് ഈ ഓരോ കാര്യങ്ങളൊക്കെ വലിയ കണക്കുകളൊക്കെ എഴുതിയിട്ടും അത് സോൾവ് ചെയ്ത് വരുമ്പോൾ അവിടെ ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷനും സന്തോഷമൊക്കെ കിട്ടുന്നു. അപ്പോൾ അതും എന്താണ് ഈ ഒരു ഈസ്തറ്റിക് വാല്യൂവിൻ്റെ ഭാഗമാണ്. ഇനി കോറിലേഷൻ വിത്ത് അതർ സബ്ജക്ട്സ്, നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മറ്റ് സബ്ജക്ട്സുമായിട്ട് എന്ത് ബന്ധമാണ് കണക്കിനുള്ളത് നമ്മളത് പറഞ്ഞു. അതെന്തൊക്കെയാണെന്ന് നോക്കാം. സയൻസായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് സെഷൻ ഫോർ അണ്ടർസ്റ്റാൻഡിങ് സയൻറ്റിഫിക് കോൺസെപ്റ്റ്സ് ആൻഡ് കണ്ടക്ടിങ് എക്സ്പെരിമെൻറ്റ്സ്. പ്രധാനമായിട്ടുള്ള സയൻറ്റിഫിക് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാനും എക്സ്പെരിമെൻറ്റ് നടത്താനും എന്താവശ്യമാണ്? കണക്കാവശ്യമാണ്. ടോപ്പിക്സ് ലൈക്ക് മെഷർമെൻറ്റ്, ഡാറ്റ അനാലിസിസ് ആൻഡ് ആൽജിബ്ര ആർ ക്രൂഷ്യൽ ഇൻ സയൻസ്. മെഷർമെൻറ്റും പിന്നെ ഡാറ്റ അനാലിസിസും ആൽജിബ്ര ഒക്കെ എന്താണ് സയൻസിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം മാത്തമാറ്റിക്സിന് സയൻസിലുള്ള ഒരു പങ്ക്, ഗണിതശാസ്ത്രത്തിന് നമുക്ക് ഈ ഒരു ശാസ്ത്രത്തിലുള്ള പങ്ക് എന്താണെന്ന് മനസ്സിലാക്കാം. ഇനി ജോഗ്രഫി എടുത്തു കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നു, സ്കെയിലുകൾ ഉപയോഗിക്കുന്നു, ഗ്രാഫുകൾ ഉണ്ടാക്കുന്നു, മാപ്പ് വായിക്കാനുള്ള കോർഡിനേറ്റ്സ്, സ്പേഷ്യൽ അനാലിസിസ്, ഇതിലെല്ലാം എന്താണ് കണക്ക് വരുന്നുണ്ടല്ലേ. നമ്മളിപ്പോൾ ഒരു സ്ഥലം ഒരു ലൊക്കേഷൻ പറയുമ്പോൾ ഇത്ര ലാറ്റിറ്റ്യൂഡ് ഇത്ര ലോഞ്ചിറ്റ്യൂഡ് എന്നൊക്കെ പറയാറുണ്ടല്ലേ. അക്ഷാംശ രേഖാംശ രേഖകളൊക്കെ നമ്മൾ മാർക്ക് ചെയ്തുകൊണ്ടാണ് ഒരു സ്ഥലത്തിനെ മാപ്പിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ എന്താണ് കണക്കുകളാണ് വരുന്നത്. അണ്ടർസ്റ്റാൻഡിങ് പാറ്റേൺ ആൻഡ് ട്രെൻഡ്സ് ഇൻ ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ജോഗ്രഫി. ഇനി ഫിസിക്കൽ ജോഗ്രഫി നോക്കിയാലും ഹ്യൂമൻ ജോഗ്രഫി നോക്കിയാലോ അവിടുത്തെ പാറ്റേൺസ് ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ ട്രെൻഡുകൾ മനസ്സിലാക്കണമെങ്കിൽ ആര് വേണം? കണക്ക് ആവശ്യമാണ്. Then എക്കണോമിക്സിൻ്റെ കാര്യം നോക്കാം. മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ്സ് ലൈക്ക് പെർസെൻറ്റേജ്, റേഷ്യോ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ ഫണ്ടമെൻ്റൽ. എക്കണോമിക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ കുറേ പരിപാടികളുണ്ടല്ലേ. ശതമാനം, വംശബന്ധം, അനുപാതം, സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എന്താണ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവിടെയും എന്താവശ്യമാണ്? കണക്കാവശ്യമാണ്. എക്കണോമിക് മോഡൽസ് മനസ്സിലാക്കണമെങ്കിൽ, ഡാറ്റ ഇൻ്റർപ്രറ്റ് ചെയ്യണമെങ്കിൽ, ഫിനാൻഷ്യൽ കാൽക്കുലേഷൻസ് നടത്തണമെങ്കിൽ ഒക്കെ എന്താവശ്യമാണ്? എക്കണോമിക്സ് ആവശ്യമാണ്. ഇനി ആർട്ട്, നമ്മൾ നേരത്തെ ഒരു സൗന്ദര്യാത്മകമായിട്ട് സമീപിക്കുക എന്ന് പറയത്തില്ലേ. ഷേപ്പുകൾ, സിമെട്രി, പ്രപ്പോർഷൻ ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ എന്താണ്? കണക്ക് വേണം. നല്ല നമ്മളൊരു വീട് പണിയാണ്, വീട് പണിയെങ്കിൽ കണക്കും കാര്യങ്ങളും ഇല്ല നമുക്ക് വീട് പണിയാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ എന്താണ്
എന്താണ് അവിടെ മാത്തമാറ്റിക്കൽ പാറ്റേൺസും സ്ട്രക്ചേഴ്സും ഒക്കെ ഡിസൈനിങ്ങിലും ആർക്കിടെക്ചറിലെ വാസ്തുവിദ്യയിലൊക്കെ നമ്മൾ ഉപയോഗിക്കും. വാസ്തുവിദ്യയിലൊക്കെ എന്താണ് കണക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഫിസിക്കൽ എഡ്യൂക്കേഷൻ, മെഷർമെൻറ്റ് ആൻഡ് അനാലിസിസ് ഓഫ് ഫിസിക്കൽ പെർഫോമൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഒളിമ്പിക്സിൽ അപ്പോൾ ഇത്ര മിനിറ്റ് കൊണ്ടാണ് ഉസൈൻ ബോൾട്ട് ഓടിയെത്തിയത്, ഇത്ര ഉയരത്തിലാണ് ഈ ഒരു പെർട്ടിക്കുലർ രാജ്യത്തെ പ്രതിനിധീകരിച്ച വ്യക്തി ചാടിയത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാം എന്താണ് കണക്കുകൾ വന്നില്ലേ. പിന്നെ യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ട്രാക്കിംഗ് പ്രോഗ്രസ് ആൻഡ് സെറ്റിംഗ് ഗോൾസ്. അപ്പോൾ ഈ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാനും ഗോൾ സെറ്റ് ചെയ്യാനും ഇത്ര മിനിറ്റിനകം ഇത്ര ദൂരം ഓടി തീർക്കണം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഒരു കണക്കാണ് വരുന്നില്ലേ. അപ്പം നമുക്ക് ഈ ഒരു ഫീൽഡിലും കാണാൻ കഴിയും. ഇനി നമ്മൾ ലോവർ പ്രൈമറി മാത്തമാറ്റിക്സും അപ്പർ പ്രൈമറി മാത്തമാറ്റിക്സും നമ്മളിപ്പം ജസ്റ്റ് എന്താണ് പ്രൈമറി കരിക്കുലം എന്നാണ് പറഞ്ഞത്. അപ്പം ഇനി നമുക്ക് മനസ്സിലാക്കാം ലോവർ പ്രൈമറിയിലും അപ്പർ പ്രൈമറിയിലും വരുന്ന ഒരു വ്യത്യാസം. ലോവർ പ്രൈമറിയുടെ അഡ്വാൻസ്ഡ് വേർഷൻ ആയിരിക്കും നമ്മൾ എവിടെ പഠിക്കാം, അപ്പർ പ്രൈമറിയിൽ പഠിക്കാം. ലോവർ പ്രൈമറിയിലെ ഫോക്കസ് എവിടെ ആയിരിക്കും, നമ്പർ, ബേസിക് നമ്പർ കൺസെപ്റ്റ്, സിമ്പിൾ മാത്തമാറ്റിക്സ് എന്തൊക്കെ കാണും, അഡീഷനും സബ്ട്രാക്ഷനും ആയിരിക്കും നമ്മളെപ്പോൾ പഠിക്കുക, ചെറിയ ക്ലാസ്സിൽ. അതായത് LP ക്ലാസ് റൂമിലാണെങ്കിൽ നമ്മൾ എന്ത് പഠിക്കും, ഇത്തരത്തിൽ ബേസിക് ആയിട്ടുള്ള അഡീഷൻ സബ്ട്രാക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ പഠിക്കും. അതോടൊപ്പം തന്നെ എന്താണ് ഷേപ്പുകൾ, ഓരോ ഷേപ്പുകൾ ഇപ്പോൾ ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, സർക്കിൾ, ഓവൽ അതൊക്കെ എപ്പോഴാണ് ചെറിയ ക്ലാസ്സിൽ ലോവർ ക്ലാസ്സിൽ പഠിക്കും. ബേസിക് ആയിട്ടുള്ള മെഷർമെൻറ്റ് പാറ്റേൺ ഒക്കെ പഠിക്കും. ഇനി എന്തൊക്കെ മെത്തേഡാണ്, മാനിപ്പുലേറ്റീവ്സ് ഉപയോഗിക്കും, വിഷ്വൽ എയ്ഡ്സ് ഉപയോഗിക്കും, ഇൻട്രാക്റ്റീവ് ആക്ടിവിറ്റീസ് കൊടുക്കും. ഇതൊക്കെ എന്തിനാണ് വളരെ ഫൗണ്ടേഷണൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു ബേസ് നമ്മൾ സൃഷ്ടിക്കുവാണ്. അപ്പോൾ അത്രയധികം എന്താണ് നല്ല രീതിയിൽ ഇൻട്രാക്റ്റീവ് ആയിട്ടൊക്കെ ആയിരിക്കും നമ്മളവിടെ മാത്സ് പഠിപ്പിക്കാം. ഇനി ഒബ്ജക്റ്റീവ്സ് നോക്കിക്കഴിഞ്ഞാൽ എന്തിനാണ് ഈ ലോവർ പ്രൈമറി ക്ലാസ്സുകളിൽ നമ്മൾ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നത്, ന്യൂമറസി സ്കില്ലുകൾ വർദ്ധിക്കണം. അപ്പോൾ അവർക്ക് എന്താ നമ്പേഴ്സ് യൂസ് ചെയ്യാനുള്ള സ്കില്ല് വർദ്ധിക്കണം, ബേസിക് ജോമെട്രിക് ഷേപ്പിനെ അവർ മനസ്സിലാക്കണം, സിമ്പിൾ പാറ്റേണുകൾ കണ്ടാൽ മനസ്സിലാക്കണം. ഇതൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അപ്പർ പ്രൈമറി വരുമ്പോഴത്തേക്ക് ഫോക്കസ് എങ്ങനെയാണ്, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് അരിത്തമെറ്റിക്കായി എന്തൊക്കെ വന്നു, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും കൂടെ വന്നു. ലോവർ പ്രൈമറിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അഡീഷനും സബ്ട്രാക്ഷനും പഠിക്കുന്നു. ഇനി അപ്പർ പ്രൈമറിയിൽ എത്തുമ്പോൾ നമ്മൾ അതിൻ്റെ അഡ്വാൻസ് വേർഷൻ ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. അപ്പം നല്ല രീതിയിൽ ലോവർ പ്രൈമറിയിൽ കണക്ക് കൂട്ടാനും കുറയ്ക്കാനും അറിയാവുന്നവർക്ക് മാത്രമേ എന്താണ് അപ്പർ പ്രൈമറിയിൽ എത്തുമ്പം ഗുണിക്കാനും ഹരിക്കാനും സാധിക്കുകയുള്ളൂ. ഇൻട്രൊഡക്ഷൻ ടു ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ്. അപ്പോൾ അവിടെ എന്താണ് ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അപ്പർ പ്രൈമറി ക്ലാസ്സിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫ്രാക്ഷൻസ്, ദെൻ എന്താണ് ഡെസിമൽസ്, പിന്നെ ബേസിക് ജോമെട്രി, ഡാറ്റ ഹാൻഡ്ലിങ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എവിടെയാണ് പഠിക്കുക, ഈ ഒരു അപ്പർ പ്രൈമറി ക്ലാസ്സിലാണ് പഠിക്കുക. ദെൻ മെത്തേഡ്സ് നോക്കാം, പ്രോബ്ലം സോൾവിങ്, ടാസ്ക്. അപ്പോഴത്തേക്ക് എന്താണ് ടാസ്കുകളൊക്കെ വരും, ആപ്ലിക്കേഷൻ ബേസ്ഡ് ലേണിംഗ് വരും. അപ്പോൾ എന്താണ് ഈ വേർഡ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാറില്ല, അതൊക്കെ അപ്പർ പ്രൈമറിയിൽ എത്തുമ്പോഴത്തേക്കാണ്. ആൻഡ് പ്രോജക്ട്സ് ടു എൻഹാൻസ് കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ആ കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കാനത്തക്കം എന്താണ് പ്രോജക്റ്റുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇനി ഒബ്ജക്റ്റീവ്സ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പർ പ്രൈമറി ക്ലാസ് റൂമുകൾ എന്തിനാണ് ഈ ഒരു മാത്സ് പഠിപ്പിക്കുന്നത് എന്നുള്ള ഒബ്ജക്റ്റീവ്സ് നോക്കുക. ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, എന്താണ് ഇമ്മീഡിയറ്റ് ഗോൾസ് ആണ്. പഠിപ്പിച്ച് കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, ആ ഒരു ഐഡിയ കുട്ടിയിലേക്ക് എത്തണം. സ്ട്രെങ്തനിങ് അരിത്തമെറ്റിക് സ്കിൽസ്, കണക്ക് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെയുള്ള ഒരു സ്കില്ല് എന്ത് ചെയ്യണം, സ്ട്രെങ്തൻ ചെയ്തെടുക്കണം. ദെൻ അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഷേപ്സ് ആൻഡ് മെഷർമെൻറ്റ്, ഷേപ്പുകളെ കുറിച്ച് മനസ്സിലാക്കി ബേസിക് ആയിട്ട് പഠിച്ചു. പിന്നീട് എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് പഠിക്കണം, മെഷർമെൻറ്റ്സിൻ്റെ കാര്യം പഠിക്കണം. ഇൻട്രൊഡക്ഷൻ ടു ബേസിക് ആൽജിബ്രിക് കൺസെപ്റ്റ്സ് ആൻഡ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള ആൽജിബ്ര കൺസെപ്റ്റുകളൊക്കെ പഠിക്കണം. ദെൻ എന്താണ് ഡാറ്റ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. ഇതൊക്കെയാണ് എവിടെ വരിക, നമുക്ക് മാത്തമാറ്റിക്സ് കരിക്കുലത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരിക. ദെൻ നമുക്ക് കരിക്കുലം നോക്കാം. കരിക്കുലം എങ്ങനെയായിരിക്കും, കരിക്കുലത്തിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ദ കരിക്കുലം ഔട്ട്ലൈൻ ദ ഓവറോൾ എഡ്യൂക്കേഷൻ ഗോൾസ് ആൻഡ് ഫ്രെയിംവർക്ക് ഫോർ ടീച്ചിങ് മാത്തമാറ്റിക്സ്. കരിക്കുലത്തിൽ ഓവറോൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഗോൾസ് എല്ലാം ഔട്ട്ലൈൻ ചെയ്യണം, മാത്തമാറ്റിക്സ് പഠിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ. ഇറ്റ് പ്രൊവൈഡ്സ് എ റോഡ് മാപ്പ് ഫോർ ദ പ്രോഗ്രഷൻ ടോപ്പിക്സ് ആൻഡ് സ്കിൽസ്. എന്തൊക്കെ ടോപ്പിക്ക്, എന്തൊക്കെ സ്കില്ല് കുട്ടിയിൽ എത്തണം എന്നുള്ള കാര്യം ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യണം, അത് ഔട്ട്ലൈൻ ചെയ്യണം. എവിടെയാണ് കരിക്കുലത്തിൽ കണ്ടന്റ് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കണം, മാത്തമാറ്റിക്കൽ ഏരിയാസ് ആയിട്ടുള്ള നമ്പർ തിയറി, ജോമെട്രി, മെഷർമെൻറ്റ്, ഡാറ്റ ഹാൻഡ്ലിംഗ്, ബേസിക് ആൽജിബ്ര ഒക്കെ എന്ത് ചെയ്യണം കരിക്കുലത്തിൽ പ്രൈമറി ക്ലാസ്സിൽ കണ്ടന്റ് ആയിട്ട് ഉൾപ്പെടുത്തണം.
ദെൻ പെഡഗോജി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ സ്റ്റുഡൻറ് സെൻറ്റേർഡ് ലേണിംഗ് ആണല്ലേ. അവിടെ കുട്ടികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുട്ടി എന്തായിരിക്കണം അവിടെ സെൻറ്റർ ആയിരിക്കണം. റിയൽ ലൈഫ് കോണ്ടെക്സ്റ്റിൽ ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റഗ്രേഷൻ വിത്ത് ടെക്നോളജി, നമുക്കിപ്പോൾ ഒരുപാട് ടെക്നോളജിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു നമ്മുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ടെക്നോളജിയുടെയൊക്കെ സഹായത്തോടു കൂടി ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ അവിടെ നല്ല ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി സിലബസ് നോക്കിക്കഴിഞ്ഞാൽ സ്പെസിഫിക് ടോപ്പിക്സ് വേണം. അപ്പോൾ അതായത് എന്താണ്, ഈച്ച് ഗ്രേഡ് ലെവൽ, ഇപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിരിക്കണം 2ാം ക്ലാസ്സിൽ, അവിടുന്ന് അഡ്വാൻസ്ഡ് ആയിരിക്കണം 3ാം ക്ലാസ്സിൽ. അപ്പോൾ ഓരോ ഗ്രേഡിലും കവർ ചെയ്യേണ്ട ഏതൊക്കെ തരത്തിലുള്ള ടോപ്പിക്സ് ആണെന്നുള്ള ഡീറ്റെയിൽ ലിസ്റ്റ് ഓൾറെഡി എന്താണ് സിലബസിൽ ഉണ്ടാകണം. പിന്നെ ക്ലിയർ ഒബ്ജക്റ്റീവ്സ് ആൻഡ് എക്സ്പെക്റ്റഡ് കോമ്പീറ്റൻസീസ് ഫോർ സ്റ്റുഡൻസ്. അപ്പോൾ കൃത്യമായിട്ട് എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് ഈ മാത്തമാറ്റിക്സ് പഠിക്കുന്നതിലൂടെ കിട്ടേണ്ടത്, പിന്നെ എക്സ്പെക്റ്റഡ് കോമ്പീറ്റൻസീസ് എന്തൊക്കെ കഴിവുകളാണ്, എന്തൊക്കെ നിലയിലേക്ക് അവർ ഉയർന്നിരിക്കണം. ദെൻ അസസ്മെൻറ്റ് ഗൈഡ്ലൈൻ ഫോർ ഇവാലുവേറ്റിംഗ് സ്റ്റുഡൻറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് പ്രോഗ്രസ് ത്രൂ വേരിയസ് ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെൻറ്റ്സ്. വെറുതെ കണക്ക് പഠിച്ച് കൂട്ടിയാൽ പോരാ, പഠിക്കുന്ന കാര്യം കൃത്യമായിട്ട് എന്താണ് അത് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റുകളിലൂടെ സമ്മേറ്റീവ് അസസ്മെൻറ്റിലൂടെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കുട്ടിയുടെ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പ്രോഗ്രസ് എത്രമാത്രം കുട്ടി മനസ്സിലാക്കുന്നുണ്ട്, എത്രമാത്രം പുരോഗതി ഈ മേഖലയിൽ കുട്ടിക്കുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇനി മാത്തമാറ്റിക്സ് നമുക്ക് എങ്ങനെ പറയാം, പ്രൈമറി കരിക്കുലത്തിൽ പ്രധാനമായിട്ട് എയിം ചെയ്യുന്നത് സ്ട്രോങ് ഫൗണ്ടേഷൻ അണ്ടർസ്റ്റാൻഡിങ്, നല്ല ഒരു അടിത്തറ ഉണ്ടാകണം എന്നതാണ്. ദെൻ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് അവരിൽ വർദ്ധിക്കണം. പിന്നെ എന്താണ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സബ്ജക്ട്സ്. ആ ഒരു സബ്ജക്റ്റിനോട് ചിലരൊക്കെ പറയും കണക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് കണക്ക് പഠിക്കില്ല, പക്ഷെ അങ്ങനെ വെക്കാതെ കണക്കിനോട് എന്താണ് പോസിറ്റീവുള്ള ആറ്റിറ്റ്യൂഡ് സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കണം. അത് ആർക്കേ സാധിക്കുമോ, അധ്യാപകരെ കൊണ്ട് സാധിക്കുകയുള്ളൂ. ഇറ്റ് ഈസ് ക്ലോസ്ലി ഇൻ്റഗ്രേറ്റഡ് വിത്ത് അതർ ഡിസിപ്ലിൻസ് enhancing its practical and intellectual value. മറ്റ് ഡിസിപ്ലിൻസുമായിട്ടൊക്കെ വളരെയധികം ഇൻ്റഗ്രേറ്റഡ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അതിൻ്റെ പ്രാക്ടിക്കലായിട്ടും ഇൻ്റലക്ച്വലായിട്ടുള്ള വാല്യൂ ഉയരുന്നു. ദെൻ ദ കരിക്കുലം ആൻഡ് സിലബസ്. കരിക്കുലം സിലബസ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, സ്ട്രക്ചേർഡ് അപ്രോച്ച് ടു ടീച്ചിങ് മാത്തമാറ്റിക്സ് പഠിപ്പിക്കാനായിട്ട് എന്താണ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അപ്രോച്ചാണ് നമ്മുടെ സിലബസും കരിക്കുലവും പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് ആർക്കൊരുക്കുന്നു, വിദ്യാർത്ഥികൾക്ക് ഒരുക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യമാണ് പഠിക്കാനായിട്ടുള്ള ബേസിക്കായിട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ മാത്രമാണ്. ഒരുപാട് നിങ്ങൾ ഈ ക്ലാസ് എന്താണ് വീണ്ടും കേട്ട് പഠിക്കേണ്ട ഒരു കാര്യമില്ല. ഈ ഒരു ക്ലാസ് ഒരു തവണ കേൾക്കുന്നതിലൂടെ കൂടി തന്നെ എന്താണ് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ക്വസ്റ്റ്യൻസോടെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഏരിയ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്ട്രോങ് ആവും. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.